മെയിൻ പ്രൊവിഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളും സവിശേഷതകളെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ പിന്തുടരുന്ന ചില നിയമങ്ങളൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്യുന്നത് കേട്ടോ. ഒരു ജനാധിപത്യ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ രൂപരേഖ നൽകുന്നതും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെയാണ്. മാത്രമല്ല അതിലൂടെ മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള പല അടിസ്ഥാന ഘടനയെ ഈ ഒരു ഭരണഘടന നൽകിയിട്ടുണ്ട്. അതിലെടുത്ത് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മൗലികാവകാശങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു മൗലികാവകാശങ്ങളുടെയൊക്കെ നിർദ്ദേശ തത്വങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പ്രത്യേക ഒരു ഭരണകൂടത്തിൻ്റെ ഒരു കടന്നുകയറ്റത്തിനെതിരെയായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുന്ന രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മൗലികാവകാശങ്ങളൊക്കെ അത്രത്തോളം ഉറപ്പ് നൽകുന്ന രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നതിന് സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഇതിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 1920 മുതൽ തന്നെ കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ നമ്മുടെ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് വോട്ടവകാശം എന്ന രീതിയിലുള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനാധിപത്യ ഭരണത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുടെ വോട്ടവകാശം എന്നുള്ളൊരു ഒരു തത്വം പിന്നീടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ മുതിർന്നവർക്കും ഒരു നിശ്ചിത പ്രായപരിധി പൂർത്തിയാക്കിയ ശേഷം വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് മുതിർന്നവരുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ 18 വയസ്സാണ് പ്രായപരിധിയുള്ളത്. ജസ്റ്റിസ് SM സിക്രി പറയുന്നതനുസരിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകൾ റിപ്പബ്ലിക്കൻ ജനാധിപത്യ ഗവൺമെൻറ്, ഭരണഘടനയുടെ മതേതരത്വ സവിശേഷത, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഫെഡറൽ ഘടന എന്നിവയ്ക്കിടയിലുള്ള അധികാരികളുടെ വേർപിരിയലിനെ കുറിച്ചിട്ടൊക്കെയാണ്. സ്വാതന്ത്ര്യവും നീതിയുക്തമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, ജുഡീഷ്യൽ അവലോകം, വ്യക്തികളുടെ സ്വാതന്ത്ര്യം, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സമത്വവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള നീതി, മൗലികാവകാശങ്ങൾ, അതിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, സ്വതന്ത്ര ജുഡീഷ്യറി എന്നിവയൊക്കെയാണ് മറ്റു ചില സവിശേഷതകൾ.